ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ നമ്മൾ പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞാനുമായി ഇന്നലെ ചർച്ച ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങളത് നിയമസഭയിൽ പറയൂ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കേരളത്തിലെ ക്യാൻസർ രോഗികളായ പേഷ്യൻസിന് സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ വണ്ടികളിലും കേരളത്തിലെ ഏത് ഹോസ്പിറ്റലിലേക്കും കീമോതെറാപ്പി ചെയ്യാനും റേഡിയേഷൻ ചെയ്യാനും പോകുന്നവരാണെങ്കിൽ അവർക്ക് യാത്ര പരിപൂർണമായി സൗജന്യമാക്കിയിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ്. കാരണം ഏറ്റവും നമ്മൾ മനസ്സിലാക്കണം, പണമുള്ളവർ കാറിൽ കീമോ ചെയ്യാൻ പോകും, റേഡിയേഷൻ ചെയ്യാൻ പോകും, അല്ലാത്തവർ ട്രെയിനിൽ പോകും. ഏറ്റവും പാവപ്പെട്ടവർ KSRTC ആശ്രയിക്കും. അവർക്കാണ് ഈ സൗജന്യം. ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരനാണ് ഈ സൗജന്യം. കേരളത്തിൽ എവിടെ ഇപ്പോൾ കോഴിക്കോട്ടിരിക്കുന്ന ആൾ ഞാൻ തന്നെ അതിൻ്റെ സിസ്റ്റം എഴുതി ഉണ്ടാക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഡോക്ടർ പറയണം, ഇന്ന പേഷ്യൻ്റ് കോഴിക്കോട് നിന്ന് എൻ്റെ ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് റേഡിയേഷന് വേണ്ടി വരികയാണ്, അല്ലെങ്കിൽ കീമോയ്ക്ക് വരികയാണ്, ഇദ്ദേഹത്തിന് 6 മാസത്തേക്ക് ചികിത്സ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ 6 മാസത്തേക്ക് കൺസെഷൻ അടിച്ച് കൈ കൊടുക്കും. മാത്രമല്ല ഇവർക്ക് റിസർവേഷനും അനുവദിക്കും. കാരണം വയ്യാത്ത ആളുകൾ ചിലപ്പോൾ വണ്ടി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അവർക്ക് റിസർവേഷനും സൗജന്യമായി അനുവദിക്കും. കാരണം അവർ റിസർവ് ചെയ്യാം, അവരെ കൂടെ ഉള്ളവർക്കും റിസർവ് ചെയ്യാം. പക്ഷേ ഇവർക്ക് ടിക്കറ്റിന് പൈസ കൊടുക്കേണ്ട, മറ്റവർക്ക് കൊടുത്താൽ മതി. ഇതുകൊണ്ടൊന്നും നിങ്ങൾ മനസ്സിലാക്കിയോ, ഇതുകൊണ്ടൊന്നും KSRTC നശിക്കില്ല. അതൊന്നും അല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം വേറെയാണ്. ഡീസൽ ലാഭിക്കും. ഡ്രൈവിംഗ് സ്കൂൾ പോലെ തന്നെ വികാസ് വനിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ പുക പരിശോധന കേന്ദ്രം ആരംഭിക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ KSRTC പുക പരിശോധന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോവുകയാണ്. നമ്മൾ തന്നെ 5000 വണ്ടി പുക പരിശോധിക്കാൻ 6 മാസത്തിലൊരിക്കൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നമ്മൾ വല്ലവർക്കും കൊടുക്കുന്നുണ്ട്. അതിന് കൊടുക്കുന്നില്ല, ഇനി അകത്ത് കിടക്കട്ടെന്ന് വിചാരിച്ചു. അത് നമ്മൾ പുറത്തുള്ള വണ്ടികളും പുക പരിശോധിച്ച് കൊടുക്കും. പുറത്തുള്ള വണ്ടിയും പുക പരിശോധിച്ച് കൊടുക്കും. നമ്മൾ പുക പരിശോധന വാഹനങ്ങളുടെ മൊത്തം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ എടുത്തതുപോലെ സാമർഥ്യത്തോടെ നമ്മൾ പെട്രോൾ പമ്പ് തുടങ്ങി, നമ്മൾ സാമർഥ്യത്തോടെ ഇനി ഈ പുക പരിശോധന കേന്ദ്രം നമ്മൾ പുക പരിശോധന കേന്ദ്രം എടുത്താൽ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ പുക കറക്റ്റായിട്ട് പരിശോധിച്ചാൽ നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടും. അത് നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കും. അതുകൊണ്ടാണ്, അല്ലാതെ 2 ലാഭങ്ങളാണ്. ഒന്ന്, വണ്ടി പരിശോധിക്കാൻ പുറത്ത് കൊടുക്കുമ്പോൾ പൈസ കൊടുക്കണ്ട, അത് ലാഭം. നമ്മൾ കൃത്യമായി പരിശോധിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ വണ്ടിയുടെ ഡീസൽ മൈലേജ് കൂടും, അത് നമുക്ക് ലാഭം. വലിയ ലാഭം, ഇതിനേക്കാളും വലിയ ലാഭം. മറ്റേ ചെറിയ ലാഭമല്ല, ഇത് വലിയ ലാഭം. ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ 24 മണിക്കൂറും ഒരു AI പ്രവർത്തിക്കുന്ന പോലെ ഇങ്ങനെ പ്രവർത്തിച്ച് ഇത്തരം ആശയങ്ങൾ ഉണ്ടാക്കി ഈ സ്ഥാപനത്തിൻ്റെ നന്മയ്ക്കാണ് ശ്രമിക്കുന്നത്. അതിനെല്ലാവരും സഹകരിക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഇത് അന്തസ്സായൊരു വിജയം. കേരളത്തിലെ ബിസിനസ് പഠിക്കുന്നവർ, ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കുന്നവർ KSRTCയുടെ മാനേജ്മെൻറ്റ് ഒരു പാഠപുസ്തകമായി എടുത്ത് പഠിക്കുന്ന ദിവസം ഉണ്ടാകും എന്ന് മാത്രമേ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ മതി. നമ്മുടെ സ്ഥാപനം ഇന്ത്യയിലെ മറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളും നട്ടത്തിലോടുന്ന സ്ഥാപനങ്ങളും നമ്മുടെ സ്ഥാപനത്തിൻ്റെ വളർച്ച എങ്ങനെ ഉണ്ടായി, മാറ്റം എങ്ങനെ ഉണ്ടായി എന്ന് പഠിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ല. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. വിദഗ്ധരായ ആരോട് വേണോ ചോദിച്ചോളൂ, അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. ഈ ഡ്രൈവിംഗ് സ്കൂളിനെ സംബന്ധിച്ച് ഒരു ആനുകൂല്യം കൂടി ഞാൻ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേ റേറ്റാണ്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ 20% കുറവുണ്ട്. ആ 20%-ഓടൊപ്പം ട്രാൻസ്ജെൻഡേഴ്സിനും 20% കുറച്ചതായി പ്രഖ്യാപിക്കുന്നു. അവരെ പഠിക്കാനുള്ള ഫീസിൽ 20% കുറവ് അവർക്ക് അത് അനുവദിക്കുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു വാക്ക്, അദ്ദേഹം ട്രാൻസ്പോർട്ട് വകുപ്പുമായി ചേർന്ന് 2 കാര്യങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ബഡ്ജറ്റ് ടൂറിസവുമായി ബന്ധപ്പെട്ട സ്കൂളുകളെ കുട്ടികൾക്കുള്ള ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നൊരു പരിപാടിയാണ്. അത് അദ്ദേഹത്തിന് വളരെ താല്പര്യമുണ്ടായി. നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് +2 പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റ് സിലബസിൻ്റെ ഭാഗമാണ്. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇത് ബാധകമാണ്. അപ്പം അദ്ദേഹം അതിന് മുൻകൈ എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ സ്കൂളുകളിലെയും കുഞ്ഞുങ്ങളെ KSRTC വണ്ടിയിൽ കുറഞ്ഞ ചെലവിൽ ഒരു പകൽ യാത്ര ചെയ്ത് ആ ജില്ലയിലെ ആ പ്രദേശത്തെ KSRTCയുടെ സെൻട്രൽ വർക്ക്ഷോപ്പ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റ് നടത്താനുള്ള ഒരു സംവിധാനം അദ്ദേഹം ഉണ്ടാക്കി തരണം എന്നതോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് മാവേലിക്കരയിൽ ട്രയൽ റണ്ണായി ആരംഭിച്ച സ്റ്റുഡൻസ് പോലീസ് പോലെ ട്രാഫിക് റോഡ് സേഫ്റ്റി കേഡറ്റ് എന്ന പദ്ധതി വരെയാണ്. ഒരു സ്കൂളിൽ നിന്നും അദ്ദേഹം എത്ര സ്കൂൾ വേണമെന്ന് അദ്ദേഹം തീരുമാനിക്കും. അവർ ഗ്രേസ് മാർക്ക് അദ്ദേഹം തീരുമാനിക്കണം എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം, ഞാൻ സ്ഥലത്തില്ലെങ്കിലും നാളെ അദ്ദേഹം ട്രാൻസ്പോർട്ട് കമ്മീഷണറെയും പ്രമോദ് ശങ്കറിനെയും വിളിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളുമായിട്ട് സംസാരിച്ച് അദ്ദേഹം അതിലൊരു തീരുമാനമെടുത്താൽ സ്റ്റുഡൻസ് പോലീസ് പോലെ NCC പോലെ ഒരു ഗ്രേസ് മാർക്ക് നമ്മൾ കൊടുത്താൽ ഒരു സ്കൂളിൽ ഒരു 30-40 കുട്ടികളെ റോഡ് സേഫ്റ്റി കേഡറ്റുകളായി പരിശീലിപ്പിച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് രംഗത്തിറക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം അതിൽ നടപടിയെടുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഈ ആശയം പറഞ്ഞപ്പോൾ അദ്ദേഹം കേട്ടത്. അദ്ദേഹം അത് സ്വീകരിക്കുകയും നടപടിയെടുക്കുകയും ചെയ്താൽ കേരളത്തിലൊരു ട്രാഫിക് പരിഷ്കരണ രംഗത്ത് റോഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ പുതിയ കുഞ്ഞുങ്ങൾ കടന്നു വരുന്നതോടെ വലിയൊരു മാറ്റം ഉണ്ടാകും.